ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻ്റർപ്രണറുടെ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റർപ്രണേഴ്സിനെ നമ്മൾ പല അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു തരം എൻ്റർപ്രണർ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എൻ്റർപ്രണേഴ്സ് എന്നുള്ളൊരു വിഭാഗം. എൻ്റർപ്രണേഴ്സ് എന്നുള്ളൊരു ഈ ഒരു കോൺസെപ്റ്റ് 1970കളുടെ അവസാനം USA-യിലാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ആദ്യമായി തുടങ്ങിയത്. വാട്ട് ഹാപ്പൻ ഇൻ USA is that many of the senior executives of big companies in America left their jobs and started a small business of their own. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്സിൻ്റെ വലിയ വലിയ ബിസിനസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ സ്വന്തമായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവര് നമ്മുടെ ഓർഗനൈസേഷൻ ലെഫ്റ്റ് ചെയ്തത് the main reason is that they didn't get any opportunity to apply their own ideas and innovative ability. ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഐഡിയകളും അവരുടെ ഇന്നോവേറ്റീവ് എബിലിറ്റികളൊന്നും നമ്മുടെ ഈ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ അവർക്ക് അവസരം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആൾക്കാർ അവരുടെ വെൽ പെയ്ഡ് ജോബ്, നല്ല ശമ്പളമൊക്കെ കിട്ടുന്ന ജോലികളൊക്കെ ഉപേക്ഷിച്ച് അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയത്. പല ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും പിൽക്കാലത്ത് ഇവരുടെ ആദ്യ ബിസിനസ്സിന് പലപ്പോഴും അതൊരു കോമ്പറ്റിറ്റീവ് ആയി അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ബിസിനസ് ആളെ നമ്മൾ എൻ്റർപ്രണർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതൊരു കോർപ്പറേറ്റ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇതൊരു വേൾഡ് വൈഡ് ഫിനോമിനയാണ്. ഇവിടെ ഇത് സംഭവിക്കുന്നത് ചില ഇൻഡസ്ട്രീസ് ആൾ ഓവർ ദ വേൾഡ്. ഇൻ ഇൻഡസ്ട്രീസ് ആൾ ഓവർ ദ വേൾഡ് felt that their main employees or talented employees are leaving the organization. The process of leaving the organization, the main employees or talented employees leaving the organization is called by the corporate brain drain എന്ന് നമ്മളതിനെ വിളിക്കും. പ്രധാനപ്പെട്ട പൊസിഷൻസിലൊക്കെ നിൽക്കുന്ന എംപ്ലോയീസുകളൊക്കെ നമ്മുടെ സ്ഥാപനം വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്നവരാണ് കോർപ്പറേറ്റ് ബ്രെയിൻ ഡ്രെയിൻ. അത് നമ്മുടെ ബിസിനസ്സിനെ വളരെ ബാധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ശമ്പളമില്ലായ്മയോ ഒന്നുമല്ല, പക്ഷെ അവർക്ക് അവരുടേതായ ഐഡിയാസും ഇന്നോവേറ്റീവ് എബിലിറ്റീസും ഒക്കെ ഉണ്ട്. ദേ ആർ നോട്ട് ഏബിൾ ടു യൂസ് ദെയർ ഐഡിയാസ് ഓർ ദ ഓണേഴ്സ് ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദെയർ ഐഡിയാസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു അമേരിക്കൻ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഇതാണ് നമ്മളെ പീപ്പിൾ റിസൈൻഡ് ഫ്രം ദർ വെൽ പെയ്ഡ് ജോബ് ആൻഡ് സ്റ്റാർട്ടഡ് എ സ്മോൾ ബിസിനസ് ഓഫ് ദെയർ ഓൺ. വൈ ദേ ലെഫ്റ്റ് ദെയർ ജോബ്? ബിക്കോസ് ദേ ഡസ് നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു അപ്ലൈ ദർ ഐഡിയാസ് ആൻഡ് ഇന്നോവേറ്റീവ് എബിലിറ്റി. അവർക്ക് ഐഡിയകളുണ്ട്, അവരുടെ ഇന്നോവേറ്റീവ് എബിലിറ്റികളൊന്നും ഉപയോഗിക്കാനുള്ള ഒരു അവസരം അവർക്ക് ബിസിനസ്സിൽ കിട്ടുന്നില്ല. These type of person who show the innovative ability within the organization, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എൻ്റർപ്രണറുടെ ഈ ഇന്നോവേറ്റീവ് എബിലിറ്റികളും ക്വാളിറ്റീസും ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എൻ്റർപ്രണേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. ഇതാണ് നമ്മുടെ മേജർ പ്രോബ്ലം, കോർപ്പറേറ്റ് ബ്രെയിൻ ഡ്രെയിൻ. ദ മേജർ പ്രോബ്ലം ബേസ്ഡ് ബൈ ബിസിനസ് ഈസ് എ കോർപ്പറേറ്റ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇത്രയും ആൾക്കാരെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്തണം.
അങ്ങനെ നിലനിർത്തണമെങ്കിൽ അവരുടെ ഇന്നോവേറ്റീവ് അവൈലബിലിറ്റിക്കും ഐഡിയാസിനും ഒക്കെ വേണ്ട പ്രാധാന്യം നമ്മുടെ ബിസിനസ്സിൻ്റെ ഉടമകൾ നൽകിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇതിൽ ബിസിനസ്സിൽ നിലനിർത്തും. ഗിഫോർഡ് പിക്കോട്ട് എന്നുള്ളൊരു അമേരിക്കൻ മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് 1985 EVയെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ച്, ഈ കോർപ്പറേറ്റ് ബ്രെയിൻ ട്രെയിനിനെ സംബന്ധിച്ചും ഈ ഇൻട്രാപ്രണറെ സംബന്ധിച്ചും ഒരു ഫേമസ് ബുക്ക് ഇൻട്രാപ്രണറിങ് എന്നുള്ളൊരു ബുക്കിൽ ആസ് എ ഡിഫൈൻഡ് ഓർ ഗിവൺ എ ഡെഫിനേഷൻ ഓഫ് എൻട്രപ്രണർ, അവിടെ ഇതിനെ സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ഓർഗനൈസേഷനിൽ പിരിഞ്ഞു പോകുന്ന സമ്പ്രദം അയാൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, എൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ is an entrepreneurship within an organization. ഒരു നിലവിലുള്ള ഓർഗനൈസേഷന് ഉള്ളിലുള്ള ഒരു എൻട്രപ്രണർഷിപ്പാണ് നമ്മളുടെ ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എൻട്രപ്രണറിയൽ ബിഹേവിയർ ഡിസ്പ്ലേഡ് ബൈ പീപ്പിൾ വിത്തിൻ ലാർജ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇന്നോവേറ്റീവ് കപ്പാസിറ്റിയും ഐഡിയാസും ഒക്കെ ഉള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ആൾസോ വിൽ ഹാവ് ദീസ് ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് കപ്പാസിറ്റി ഓർ in ideas. So their ideas also should be brought into the business or brought in the business organization. അപ്പോൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ എൻട്രപ്രണറിയൽ ബിഹേവിയർ ഡിസ്പ്ലേ ചെയ്യുന്ന പീപ്പിളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ഇൻട്രാപ്രണർ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ ദേ ആർ പേഴ്സൺസ് ഹാവിങ് all the qualities of an entrepreneur. ഒരു എൻട്രപ്രണറുടെ എല്ലാ ക്വാളിറ്റീസും ഗുണങ്ങളും ഉള്ള ആളാണ് ആര്? ഈ ഇൻട്രാപ്രണർ. ബട്ട് ദേ ഡസ് നോട്ട് ഹാവ് എ ബിസിനസ് ഓഫ് ദെയർ ഓൺ ഓർ ഹിസ് ഓൺ. പക്ഷെ അവർക്ക് അവരുടേതായ സ്വന്തം ബിസിനസ് ഇല്ല. ബട്ട് ദേ ആർ വർക്കിംഗ് ഇൻ എ അനദർ ബിസിനസ്. ബട്ട് ദേ ഹാവ് all the qualities of an entrepreneur but not having a business of his own. Now let us look at the characteristics of entrepreneur. പറഞ്ഞു തന്നെയാണ് നമ്മൾ പറയുക. Entrepreneur എന്ന് പറഞ്ഞാൽ is not an ordinary employee. They believe strongly in their own talent. They want responsibility. They want freedom to apply their own ideas. Entrepreneur എന്ന് പറയുന്നത് അവർക്ക് നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. ഒരു ബിസിനസ്സിൻ്റെ അകത്താണ്, അവർക്ക് സ്വന്തമായൊരു ബിസിനസ് ഇല്ല. ദേ ആർ വർക്കിംഗ് ഇൻ എ ഓർഗനൈസേഷൻ ബട്ട് ദേ ആർ ടാലൻറ്റഡ് എംപ്ലോയീസ് ആൻഡ് ദേ വാണ്ട് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായ ആൾക്കാരാണ്. ആൻഡ് ദേ വാണ്ട് ഫ്രീഡം ടു അപ്ലൈ ദെയർ ഓൺ ഐഡിയ. അവരുടെ ഐഡിയകൾ അപ്ലൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന എൻട്രപ്രണർ. ദേ ഹാവ് വിഷൻ ആൻഡ് കറേജ് ടു റിയലൈസ് ഇറ്റ്. അവരുടെ ഐഡിയകൾ നടപ്പിൽ വരുത്താനും അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ലക്ഷ്യവും കറേജും ഉണ്ട് ഇത്തരം ആൾക്കാർക്ക്. ദേ ഹാവ് ദ എബിലിറ്റി ടു പ്ലാൻ necessary steps for the actualization of their ideas. അവർ വെറും ഐഡിയകൾ മാത്രം തരുന്ന ആൾക്കാരല്ല. അവർക്ക് അവരുടെ ഐഡിയകൾ എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണം എന്നതിന് ഉള്ള കൃത്യമായ പ്ലാന് ഡെവലപ്പ് ചെയ്യാനും പ്ലാനുണ്ട് അവർക്ക് അവരുടെ കയ്യിൽ. ദേ ഹാവ് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അവർ വെറും ശമ്പളം കൊണ്ട് മാത്രം സാറ്റിസ്ഫൈ ചെയ്ത ആളല്ല. വെറും ശമ്പളം മാത്രമാണ്, സാലറി മാത്രമാണ് അവരുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ദേ മേ നോട്ട് ഹാവ് ലെഫ്റ്റ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. വൈ ദേ ആർ ലീവിംഗ് ദെയർ വെൽ പെയ്ഡ് ജോബ്? ബിക്കോസ് ദേ ഡസ് നോട്ട് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ്. സോ ദേ ഹാവ് ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഹാവ് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. Then they introduce new product ideas and services
വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് എ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ ഐഡിയകളും പുതിയ സേവനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ ഇൻട്രാപ്രണർ. അപ്പോൾ അവരുടെ ഈ പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ ഐഡിയകളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമ അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് പ്രാക്ടിക്കബിൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യണം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ. എന്നാൽ മാത്രമേ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ദെൻ ദേ ആർ ഡെഡിക്കേറ്റഡ് ടു ദെയർ വർക്കാണ്. ഇത്തരം ആൾക്കാർ എപ്പോഴും ഡെഡിക്കേറ്റഡ് ആണ്, വർക്കിനോട് കൃത്യമായ കൂറ് കാണിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും അവർ other family life, even they are ready to shut down other family life for the benefit of the organization. So these people are dedicated employees or dedicated person in the workhouse. So these are some of the characteristics of intrapreneur. നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഇൻട്രാപ്രണറെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ എൻട്രപ്രണർ ആൻഡ് എ ഇൻട്രാപ്രണർ. നമുക്ക് കൂടുതൽ മനസ്സിലാവും എൻട്രപ്രണർ എന്താരാണ്, ഇൻട്രാപ്രണർ ആരാണെന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഈ രണ്ടാളും തമ്മിലുള്ള എൻട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ വ്യത്യാസം, അപ്പോൾ എന്താണ് എൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ? എൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഐഡിയകളൊക്കെ ശേഖരിച്ച് ബിസിനസ്സിൻ്റെ സാധനങ്ങളും ഫാക്ടറീസൊക്കെ എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് സ്വന്തമായി ബിസിനസ് സെറ്റപ്പ് ചെയ്ത് നടത്തിക്കൊണ്ടു പോകുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻട്രപ്രണർ. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വന്തമായൊരു ബിസിനസ് ഇല്ല, അയാളൊരു മറ്റൊരു ബിസിനസ്സിൻ്റെ ഉള്ളിലാണ് അയാൾ പ്രവർത്തിക്കുന്നത്, വേറൊരാളുടെ നടത്തുന്ന ബിസിനസ്സിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇൻട്രാപ്രണർ. പക്ഷെ അയാൾക്കും എൻട്രപ്രണറുടെ പോലെ നല്ല ഐഡിയകളും നല്ല ഇന്നോവേറ്റീവ് കപ്പാസിറ്റിയും ഒക്കെ ഉള്ളതും അത് പ്രാബല്യത്തിൽ വരുത്താൻ താല്പര്യമുള്ള ആളുമാണ് എന്താ എൻട്രപ്രണർ. പലർക്കും കൺഫ്യൂഷനാണ് ഈ എൻട്രപ്രണറും തമ്മിൽ. എൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ബിസിനസ് സ്ഥാപനം സെറ്റപ്പ് ചെയ്ത് അത് മാനേജ് ചെയ്ത് നടത്തിക്കൊണ്ടുപോകുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻട്രപ്രണർ എന്നും. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ ഹി ഡസ് നോട്ട് ഹാവ് എ ബിസിനസ് ഓഫ് ഹിസ് ഓൺ. അയാൾക്ക് അയാളുടേതായ ഒരു ബിസിനസ് ഇല്ല, ബട്ട് ഹി ഈസ് വർക്കിംഗ് ഇൻ ആൻ അനദർ ബിസിനസ് ഓർഗനൈസേഷൻ, ബട്ട് ഹി ഹാസ് ദ ക്വാളിറ്റീസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് എ എൻട്രപ്രണർ. ഒരു എൻട്രപ്രണർക്ക് ഉണ്ടാവേണ്ടുന്ന ക്വാളിറ്റീസും കേപ്പബിലിറ്റിയും ഒക്കെ ഉണ്ട്. അയാൾക്കും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി ഷുഡ് ആക്സെപ്റ്റ് in a modern business organization, we should accept the ideas and innovative capacity of the entrepreneur. Only then these people will be satisfied. അപ്പോൾ അവരുടെ ഐഡിയകളൊന്നും നമ്മൾ ബിസിനസ്സിൽ അംഗീകരിക്കുന്നില്ല, അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ ഇന്നോവേറ്റീവ് കപ്പാസിറ്റി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിനൊന്നും നമ്മൾ പ്രോത്സാഹനം നൽകുന്നില്ല, അവർക്ക് അതിനൊരു അവസരം നൽകുന്നില്ല എങ്കിൽ they will be disappointed. So they will leave the organization. These are good employees. ഇത്തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല എംപ്ലോയീസ് ആണ്, അവർക്കാണ് ഐഡിയ ഉണ്ടാവുക. ദേ ആർ നോട്ട് നോർമൽ ഓർഡിനറി എംപ്ലോയീസ്. ഓർഡിനറി എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നോക്കിയിട്ട് വിട്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് നമ്മുടെ ബിസിനസ്സിൽ പല പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്ന് ഈ പറയുന്ന ഇൻട്രാപ്രണർ. അപ്പോൾ ഈ ഇൻട്രാപ്രണറുടെ ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അതിനൊരു അവസരം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിന് ഗുണം കിട്ടും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? they will be dissatisfied, they will leave from the നേരത്തെ പറഞ്ഞ പോലെ they will leave from the organization, and sometimes what happen is that they will start another business organization, and that business, there are situation that the organization started by the entrepreneur become a threat to the main business organization. ഇവരെ നമ്മൾ നിലനിർത്തണം, ഇവരുടെ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ബിസിനസ്സിൽ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആവും, ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ അവർ ബിസിനസ്സിൽ നിന്ന് ഒഴിവായി പോകും. പലപ്പോഴും അവർ നമ്മളെപ്പോലെ തന്നെയുള്ള വേറെ ബിസിനസ്സുകളൊക്കെ തുടങ്ങിക്കൂടായികയും ഇല്ല. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പല ബിസിനസ്സുകളും പിൽക്കാലത്ത് മെയിൻ ബിസിനസ്സിന് എന്താ പറയുക ഭീഷണിയായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ആ കപ്പാസിറ്റി നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കണം. അപ്പോൾ നോക്കുക നമുക്ക് ഡിഫറൻസ്. ഒന്ന് എൻട്രപ്രണർ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്. ഹി ഈസ് നോട്ട് വർക്കിംഗ് അണ്ടർ എനി അതർ പേഴ്സൺ, ഹി ഈസ് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി. സ്വന്തമായിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, അയാൾ ആരുടെയും കീഴിലല്ല എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻട്രപ്രണർ ഹി ഈസ് സെമി ഇൻഡിപെൻഡൻറ്റ്. അയാൾ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് അല്ല, കാരണം ഹി ഈസ് വർക്കിംഗ് ഇൻ അനദർ ഓർഗനൈസേഷൻ. ഇൻട്രപ്രണർ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്.
വർക്കിംഗ് അണ്ടർ ദ എന്റർപ്രണർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഹി ഈസ് നോട്ട് ഫുള്ളി ഇൻഡിപെൻഡന്റ്. അയാൾക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തും ചെയ്യാൻ പറ്റില്ല, കാരണം അയാൾ നമ്മുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം സാധാരണ ഉടമകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് എന്റർപ്രണേഴ്സ് ആർ സെമി ഇൻഡിപെൻഡന്റ് എന്ന് പറയുക. ദെൻ എന്റർപ്രണർ ടേക്സ് പ്രോഫിറ്റ് ഓഫ് ഹിസ് ബിസിനസ്. ബിസിനസ്സിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റർപ്രണറാണ് യഥാർത്ഥ ഉടമ. ബിസിനസ്സിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലാഭം എടുക്കുന്നയാളാണെന്ത് എന്റർപ്രണർ. എന്റർപ്രണർ ഡസ് നോട്ട് ടേക്ക് എ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഫിറ്റ് കിട്ടില്ല, ബിസിനസ്സിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അധികാരമില്ല. ഓഫ് കോഴ്സ് ഹി വിൽ ഗെറ്റ് സാലറി ആൻഡ് ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ബിസിനസ്സിൽ ജോലി ചെയ്യുന്നതിനും അയാളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള റിവാർഡ് തീർച്ചയായിട്ടും ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടണം. പക്ഷെ അയാൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ല കിട്ടുന്നത്. അയാളുടെ ഐഡിയകളൊക്കെ നമ്മൾ ഉപയോഗിക്കും, അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റിനുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ഉടമ ചിലപ്പം കൊടുക്കും അയാൾക്ക്. അതിനനുസരിച്ചുള്ള സാലറിയും റെമ്യൂണറേഷനും പാക്കേജും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്റർപ്രണർ എന്ന് പറയുന്ന ആൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭം നേടുന്ന ആളല്ല, ലാഭം കിട്ടുന്ന ആളല്ല. പക്ഷേ എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ലാഭം നേടുന്ന അല്ലെങ്കിൽ ലാഭം എടുക്കുന്ന ആളാണെന്ത് എന്റർപ്രണർ. സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് ഡിഫറൻസ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എന്റർപ്രണർ ടു ബിയർ ഓൾ റിസ്ക് ഓഫ് ഹിസ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ മൊത്തം റിസ്ക്, നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കേണ്ടുന്ന ആളാണ് എന്റർപ്രണർ. ബിക്കോസ് ഹി ഈസ് ദ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്. പക്ഷേ എന്റർപ്രണർ ഡസ് നോട്ട് ബിയർ റിസ്ക് ഓഫ് ദ ബിസിനസ്. ഇയാളുടെ ഐഡിയ കൊടുക്കുക മാത്രമേ ഇയാൾ ചെയ്യുന്നുള്ളൂ. ഇയാളുടെ ഐഡിയ കൊടുത്ത് ആ ഐഡിയ വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടുന്നത് ആര് തന്നെയാണ്? യഥാർത്ഥ ഉടമയായ എന്റർപ്രണർ തന്നെയാണ്. അതുകൊണ്ട് എന്റർപ്രണർ ഡസ് നോട്ട് ബിയർ ദ റിസ്ക് ഓഫ് ദ ബിസിനസ്. മൂന്നാമത്തത്, ദേ ആർ ദ റിയൽ ഓണർ. കുറേയൊക്കെ മനസ്സിലാവുന്ന തന്നെയാണ്. ദേ ആർ ദ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്. അവർ യഥാർത്ഥ ഉടമകളാണ് ബിസിനസ്സിൻ്റെ. ബട്ട് എന്റർപ്രണർ ആർ നോട്ട് ദ റിയൽ ഓണർ ഓഫ് ദ ബിസിനസ്. നമ്മുടെ എന്റർപ്രണർ നമ്മുടെ ബിസിനസ്സിൻ്റെ യഥാർത്ഥ ഉടമകളല്ല. ദേ വർക്ക് ഫോർ ദ ബിസിനസ്. അവർ ബിസിനസ്സിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ആര്? എന്റർപ്രണർ. പിന്നെ എന്റർപ്രണർ എന്ന് പറയുന്നത് ഉടമയായതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ പുറത്തു നിന്നാണ്, ഫ്രം ഔട്ട്സൈഡറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓപ്പറേറ്റ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എന്റർപ്രണർ എന്ന സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഹി ഓപ്പറേറ്റ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനുള്ളിൽ നിന്നാണ് അയാളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്റർപ്രണർ ചെയ്യുന്നത് പുറത്തുനിന്നാണ്. ഇതിന് എന്റർപ്രണർ കൺവേർട്സ് ദ ഐഡിയ ഓഫ് എന്റർപ്രണർ. എന്റർപ്രണർക്ക് എന്തെങ്കിലും പുതിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഐഡിയകളൊക്കെ കൺവേർട്ട് ചെയ്യുന്ന, പ്രാബല്യത്തിൽ വരുത്തുന്ന, വയബിൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന, സാധ്യതകളായി നമ്മൾ മാറ്റുന്ന ആളാണ് ആര്? എന്റർപ്രണർ. Entrepreneur undertake the responsibility of creating innovation. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് ആര്? എന്റർപ്രണർ. അപ്പോൾ പുതിയ കാര്യങ്ങൾ അയാൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ വിൽ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ എന്റർപ്രണർ, ആൻഡ് എന്റർപ്രണർ വിൽ സ്റ്റഡി ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കൺവേർട്ട് ദ ഐഡിയ ഓഫ് ദ എന്റർപ്രണർ into എന്താ പറയുക, വയബിൾ പ്രാക്ടിക്കബിൾ ഓപ്പർച്യൂണിറ്റീസ്. സോ ദീസ് ആർ ദ differences between an entrepreneur and intrapreneur. Now we are going to another part, what is called functions of an entrepreneur. അടുത്ത് പഠിക്കാനുള്ള ഭാഗം functions of an entrepreneur. ഒരു entrepreneur ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ entrepreneur നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, സ്ഥാപനങ്ങളായി ബന്ധപ്പെട്ടോ അല്ലാതെയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഫങ്ഷൻസ് ഓഫ് എന്റർപ്രണറെ സംബന്ധിച്ച് പല അധികാരികളും അതോറിറ്റീസും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ നിലയ്ക്ക് കിൽബി എന്നുള്ളൊരു മാനേജ്മെന്റ് സയന്റിസ്റ്റ് ഹാസ് said that an entrepreneur has to perform 4 group of functions എന്നാ പറയുന്നത്. അയാൾ പറഞ്ഞത്, ഒന്ന്
എക്സ്ചേഞ്ച് ഫംഗ്ഷൻ, രണ്ടാമത്തത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, തേർഡ് വൺ മാനേജ്മെന്റ് കൺട്രോൾ, ആൻഡ് ഫോർത്ത് വൺ ടെക്നോളജി റിലേറ്റഡ് ഫംഗ്ഷൻ. പല ആൾക്കാരും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കിൽബി പറയുന്നത് എന്റർപ്രണർ വിൽ ഹാവ് ടു പെർഫോം എ 4 ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ എക്സ്ചേഞ്ച് ഫംഗ്ഷൻ, അയാൾ അതിനെ വിളിക്കുന്നത് എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതിൽ നമ്മൾ വരുന്ന ഫംഗ്ഷൻസ് ഇതൊക്കെയാണ്: മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ പെർസീവ് ചെയ്യുക, കണ്ടെത്തുക; ഗെയിനിങ് കമാൻഡ് ഓവർ ദ സ്കേഴ്സ് റിസോഴ്സസ്, സ്കേഴ്സായ വളരെ അപൂർവമായ റിസോഴ്സസിൻ്റെ മേലെയൊക്കെ നമ്മൾ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുക; പർച്ചേസിങ് ഇൻപുട്ട്, ആവശ്യമായ ഇൻപുട്ടുകൾ റോ മെറ്റീരിയലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക; മാർക്കറ്റിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ കോമ്പറ്റീഷൻ എന്നാ പറയുക. നമ്മുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക, ദെൻ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കുക. ഇതൊക്കെയാണ് കിൽബിയുടെ വാക്കിൽ എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് എന്ന ഈ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നത്. കിൽബിയുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതാണ്, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്കൽ ആയി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. ഇത് പ്രകാരം അയാൾ ചെയ്യേണ്ടുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡീലിംഗ് വിത്ത് പബ്ലിക് ബ്യൂറോക്രസി എന്നാണ്. പൊതുഭരണവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക, നമുക്ക് ആവശ്യമായ നമുക്ക് കിട്ടേണ്ടുന്ന കൺസെഷൻസും ലൈസൻസും ഒക്കെ വാങ്ങിയെടുക്കുകയും നമ്മൾ അടയ്ക്കേണ്ടുന്ന ടാക്സുകളൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീലിംഗ് വിത്ത് പൊളിറ്റിക്കൽ ബ്യൂറോക്രസി എന്ന് പറയുക. പിന്നീട് മാനേജിങ് ദ ഹ്യൂമൻ റിലേഷൻ വിത്തിൻ ദ ഫേം, സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ഹ്യൂമൻ റിലേഷൻസിൻ്റെ വ്യക്തിബന്ധങ്ങളെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ മാനേജിങ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് റിലേഷൻ, നമ്മുടെ കസ്റ്റമറായും നമ്മുടെ സപ്ലയേഴ്സിനും ഒക്കെ കൃത്യമായി ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് ആസ് പെർ കിൽബിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ രണ്ടാമത്തെ ഫംഗ്ഷനായ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷൻ വരുന്നത് മാനേജ്മെന്റ് കൺട്രോളാണ്. മാനേജ്മെന്റ് കൺട്രോൾ എന്നോട് ഉദ്ദേശിക്കുന്നത് മാനേജിങ് ഫിനാൻസ്, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ പണമൊക്കെ മാനേജ് ചെയ്യുക. ആൻഡ് മാനേജിങ് പ്രൊഡക്ഷൻ, നമ്മുടെ ഉൽപ്പാദന കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. കിൽബിയെ സംബന്ധിച്ചിട്ട് കിൽബിയുടെ അടിസ്ഥാനത്തിലുള്ള നാലാമത്തെ ഫംഗ്ഷൻ വരുന്നത് ടെക്നോളജി റിലേറ്റഡ് ഫംഗ്ഷനാണ്. നമ്മളുടെ അക്വയറിങ് ആൻഡ് ഓവർസീയിങ് അസംബ്ലി ഓഫ് ദ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, പുതിയ മെഷീനറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്ഗ്രേഡിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി, നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ ക്വാളിറ്റിയും പ്രക്രിയകളും ഒക്കെ നമ്മൾ പുതുതാക്കുക. ഇതിനെ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്, പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മളുടെ ടെക്നോളജി ഫംഗ്ഷൻ. അപ്പോൾ കിൽബി ഇങ്ങനെ നാലായിട്ടാണ് നമ്മുടെ എൻ്റർപ്രണറുടെ ഫംഗ്ഷൻസിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വിശദമായിട്ട് ഞാൻ പറയാതെ, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് കാണിക്കാത്തത്. പിന്നെ ആർതർ എച്ച് കോൾ, അയാളും പലതായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡിവിഷൻ അല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പൊതുവായിട്ടുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ കിട്ടിയ ഐഡിയയുടെ അടിസ്ഥാനത്തിൽ എൻ്റർപ്രണർ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. പൊതുവായിട്ടുള്ള തരംതിരിവാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നൽകുന്ന തരംതിരിവല്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് കാണിക്കാതിരിക്കുന്നത്. നമുക്ക് ഇവരുടെയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എൻ്റർപ്രണർ പെർഫോം ചെയ്യേണ്ടുന്ന ഫങ്ഷൻസിനെ നമുക്ക് പലതായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എൻ്റർപ്രണർ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് പ്ലാനിങ് ദ പ്രൊജക്റ്റ് എന്ന് പറയും. ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റ് എന്ന് പറയും. പുതിയ ബിസിനസ് സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു എൻ്റർപ്രണറുടെ ജോലി ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ദ പ്രൊജക്റ്റാണ്. ഇത് നമ്മളുടെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ
ഒന്നാമത്തെ ഘട്ടം ഇറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ് in the setting up of a business enterprises or an enterprises. ബിസിനസ് ആയാലും അല്ലാത്തതായാലും ഒരു ബിസിനസ് ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്യുന്നതിന് ഒന്നാമത്തെ ഘട്ടമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ പണിയാണ് നമ്മളുടെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യുക. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഡെസിഷൻസ് ഇൻ അഡ്വാൻസ് ആണ്. മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ എൻ്റർപ്രണറും ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കണം. എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത്? എൻ്റർപ്രണർ will have to take valuable decisions regarding nature and type of goods to be produced. നമ്മൾ ഏത് തരത്തിലുള്ള ഗുഡ്സുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വാട്ട് ഷുഡ് ബി അവർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ രൂപം എന്താണ്, ഏകാംഗ വ്യാപാരമായിട്ട് തുടങ്ങുന്നു, കമ്പനി ആയിട്ട് തുടങ്ങുന്നു, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കണം. ഡിസൈഡിങ് അബൌട്ട് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നീഡഡ്, എത്ര ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. പിന്നീട് വർക്ക് ടു സെറ്റപ്പ് അവർ ബിസിനസ്, സെലക്ഷൻ ഓഫ് ദ ലൊക്കേഷൻ, ടേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ്, ഏത് മാർക്കറ്റിലാണ് നമ്മുടെ ഉൽപ്പന്നം വിൽക്കേണ്ടത്. ആൻഡ് ഡിസൈഡിങ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കണം ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർഗനൈസേഷൻ. വളരെ പ്രധാനമാണ്. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദീസ് തിങ്സ് ആർ കോൾഡ് ബൈ ദി നെയിം പ്ലാനിങ് ദ പ്രൊജക്റ്റ്. അപ്പം ഇതിൻ്റെ ഒരു കറക്റ്റ് ബ്ലൂ പ്രിൻ്റ്, ഒരു കൃത്യമായ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കി വെക്കണം. കാരണം in order to start a business organization, we require legal sanction. നമുക്ക് ലീഗൽ സാങ്ഷൻ ഒക്കെ വേണം. You cannot start a big business organization by yourself. You will have to get a sanction from the authorities. അപ്പോൾ അങ്ങനെ സാങ്ഷൻ അതോറിറ്റിയുടെ അടുത്ത് സാങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ you will have to give these things. നമ്മൾ പറയാം പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നൊക്കെ പറ്റി പറയും. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇതൊക്കെ നമ്മൾ അധികാരികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിലുണ്ടാവും നമ്മുടെ സ്ഥാപനം എന്താണ്, എവിടെയാണ് അത് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഉടമസ്ഥത എങ്ങനെയായിരിക്കണം, അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ എന്താ പറയുക, ഏത് തരം ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ എന്തൊക്കെയാണ്, അതിന് ഉൽപ്പാദന പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്നൊക്കെ സംബന്ധിക്കുന്ന വിശദമായ ഒരു രൂപരേഖ ഇയാൾ എഴുതി ഉണ്ടാക്കണം. അതിനെ നമ്മൾ പറയും ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എഴുതി ഉണ്ടാക്കുക, തീരുമാനിക്കുക എന്നതാണ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ജോലി അല്ലെങ്കിൽ ഒന്നാമത്തെ ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ ടു ബി പെർഫോംഡ് ബൈ എൻ്റർപ്രണർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓർഗനൈസിങ് എന്ന് പറയും. ആൽഫർട്ട് മാർഷൽ, according to Albert Marshall, he said that organizing and management of the enterprise are the main function of an entrepreneur എന്ന് അയാൾ പറഞ്ഞത്. ഇത് നമ്മുടെ ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് ഓഫ് ദ enterprise are the main function of an entrepreneur. എന്താണ് ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം. The bringing together of all the factors of production. തുടക്കത്തിൽ നമ്മൾ എൻ്റർപ്രണറുടെ ഡെഫിനേഷനൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റർപ്രണറുടെ കയ്യിൽ എല്ലാ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. പ്രത്യേകിച്ച് ഇൻ ദ മോഡേൺ ഏജ് the factors of production, important factors of production consisting of land, labor and capital are scattered all over the world ആണ്. പല സ്ഥലത്താണ് കിട്ടുക, ഒരു സ്ഥലത്തുണ്ടാവില്ല. So it is a duty of an entrepreneur to bring together the various practices of production
and should be organized in such a way as to maximize production or to minimize cost. ഓർഗനൈസിംഗ് എന്നോട് വെറും ഈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിയോജിപ്പിക്കൽ മാത്രമല്ല, അത് കൃത്യമായി കൂട്ടിയോജിപ്പിക്കുക. കൃത്യമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും മാക്സിമൈസ് ചെയ്യുകയും അതേസമയത്ത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏറ്റവും കുറവാകുന്ന രീതിയിൽ നമ്മുടെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനെ കൂട്ടിയോജിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഓർഗനൈസിങ് എന്ന് പറയുക. ഇപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ മെറ്റീരിയലും ലേബറും ക്യാപിറ്റലും കൂടി ഏതെങ്കിലും വിലയ്ക്ക് കൂട്ടിയോജിപ്പിക്കലല്ല. സോ ഗ്രൂപ്പിംഗ് ടുഗദർ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ സച്ച് എ വേ ആസ് ടു മാക്സിമൈസ് പ്രൊഡക്ഷൻ ആൻഡ് ടു മിനിമൈസ് കോസ്റ്റ്. നമ്മുടെ ഉൽപ്പാദനം മാക്സിമം ആയിരിക്കണം, നമ്മുടെ കോസ്റ്റ് മിനിമം ആയിരിക്കും. ആ രീതിയിൽ ഇതിനെ കൂട്ടിയോജിപ്പിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഓർഗനൈസിങ് എന്ന് പറയുക. ദാറ്റ് ഈസ് വൈ ഓർഗനൈസിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അല്ലാതെ കൂട്ടിയോജിപ്പിക്കാൻ എല്ലാവർക്കും ആവാം. സോ ഇറ്റ് റിക്വയർ വാട്ട് ഇസ് കോൾഡ് എഫിഷ്യൻസി. ഇതിനാണ് എഫിഷ്യൻസി വേണ്ടത്. ആൻഡ് ഹി ഹാസ് ടു ടേക്ക് ഓൾ ദ എഫേർട്സ് ടു മേക്ക് an optimum utilization of these resources. ഇവയൊക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണം ആര്? ഈ പറയുന്ന എന്റർപ്രണർ. And actually it results in the, or it is the organizing of factories of production which results in the success or failure of an enterprise. ഒരു ബിസിനസ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഓർഗനൈസിങ് ആണ്. എഫിഷ്യൻ്റ് ആയിട്ട് if the entrepreneur carry out this organizing function efficiently, then the organization will succeed. If he does not efficiently organize these functions, then the organization will fail. അപ്പം കൃത്യമായ രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ മാക്സിമം ഉണ്ടാക്കി ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക എന്നത് എന്റർപ്രണറുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ പരാജയപ്പെട്ടു പോകും. സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് എന്റർപ്രണർ ഈസ് ഓർഗനൈസിങ്. തേർഡ് ഫംഗ്ഷൻ, and another important function is risk taking and uncertainty bearing. നമുക്കറിയാം ബിസിനസ് ഇൻവോൾവ്സ് മെനി റിസ്ക്. ബിസിനസ്സിൽ ഒരുപാട് നഷ്ടസാധ്യതകളുണ്ട്. ഈ റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ് ആക്ടിവിറ്റീൻ്റെ ഒരു ഇൻഹറൻ്റ് ആണ്. ബിസിനസ് ആക്ടിവിറ്റിയിൽ ഇൻഹറൻ്റ് ആണ്, ഒളിഞ്ഞു കിടക്കുന്നൊരു സാധനമാണത് ഈ പറയുന്ന റിസ്ക്. ഏറ്റവും കൂടുതൽ റിസ്ക് സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണത് ഈ പറയുന്ന ബിസിനസ്. നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡിൽ ഒക്കെ മാറ്റം ഉണ്ടാവാം. നമ്മുടെ മാർക്കറ്റ് സാധ്യതകളൊക്കെ മറിയാം. മാർക്കറ്റ് കണ്ടീഷൻസിലൊക്കെ ദർ മേ ബി ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് കണ്ടീഷൻസ്. കസ്റ്റമറുടെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവാം, പ്രൈസിലൊക്കെ മാറ്റം ഉണ്ടാവാം. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ, ഇങ്ങനെയൊക്കെ മാറ്റം വരാനുള്ള സാധ്യതകൾ, അതുവഴി നമുക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ വിളിക്കുന്നവരാണ് റിസ്ക് എന്ന് പറയുന്നത്. പോസിബിലിറ്റി ഓഫ് സഫറിങ് ലോസ് ആണ് റിസ്ക്. ഒരു എന്റർപ്രണർ ഏറ്റെടുക്കുന്ന ഇത്തരം റിസ്കുകൾക്ക് ഒരു പ്രത്യേകതയില്ല. എന്താ പ്രത്യേകത? ദേ ആർ നോട്ട് ഇൻഷുറബിൾ. റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ബൈ ഇൻഷുറൻസ്. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ. പക്ഷെ എന്റർപ്രണർ എങ്ങനെ ഉണ്ടാവുന്ന മാർക്കറ്റിൽ സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വരുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടസാധ്യത, നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡിലൊക്കെ മാറ്റം വരുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടസാധ്യത, അപ്പം അങ്ങനെയൊക്കെയുള്ള നഷ്ടസാധ്യതകൾ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല, നോൺ ഇൻഷുറബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നോൺ ഇൻഷുറബിൾ റിസ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസർട്ടനിറ്റി എന്ന് പറയുക. നോൺ ഇൻഷുറബിൾ. നമ്മളൊരു കാറ് വാങ്ങി, കാറിന് ആക്സിഡൻറ്റ് സംഭവിച്ച് കാർ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് കാർ ഇൻഷുർ ചെയ്യാം. ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതകളെ ഈ മാർക്കറ്റിലുള്ള മാറ്റം കൊണ്ടോ സാധനം റോ മെറ്റീരിയലിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അൺഇൻഷുറബിൾ അല്ലേ, നോൺ ഇൻഷുറബിൾ റിസ്കുകൾ ദ എന്റർപ്രണർ ഷുഡ് സഫർ.
So you should take the responsibility regarding the risk and uncertainty. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ എൻ്റർപ്രണറുടെ ഫങ്ഷൻ. നാലാമത്തത് വരുന്ന മാനേജ്മെൻ്റ് ആണ്. എൻ്റർപ്രണർ പെർഫോം ചെയ്യണം, റിയൽ ആയിട്ട് പെർഫോം മാനേജീരിയൽ ഫങ്ഷൻസ്. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എൻ്റർപ്രണർക്കാണ്. He is a person who will have to look after the day-to-day working of a business organization. As a management, as a managerial function, അയാൾ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും ആൻഡ് കൺട്രോൾ ബിസിനസ് ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടി വരും. ഹി വിൽ ഹാവ് ടു പ്ലാൻ ദ ബിസിനസ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് പ്ലാനുകളും അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ അയാൾ നോക്കേണ്ടി വരും. പേഴ്സണൽ മാനേജ്മെൻറ്റ് ജോലികളൊക്കെ അയാൾ ചെയ്യേണ്ടി വരും. എന്താ ഈ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ജോലി? ആവശ്യമായ തൊഴിലാളികളൊക്കെ നിയമിക്കുകയും അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. എംപ്ലോയീസിനെ, എൻ്റർപ്രൈസിനകത്തുള്ള എൻ്റർപ്രൈസിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ, മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലികൾ അയാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ റിലേറ്റിംഗ് ടു ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇനി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ എൻ്റർപ്രണർ ഓർ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ എൻ്റർപ്രണർ ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ഹീസ് ബിസിനസ് ഓർഗനൈസേഷൻ. അയാൾ സെറ്റപ്പ് ചെയ്ത ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ വർക്കിംഗ് നോക്കി നടത്തുക എന്നത് എൻ്റർപ്രണറുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അയാളുടെ ഫങ്ഷനാണ്. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആർതർ എച്ച് കോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റർപ്രണർ ഡിസ്ക്രൈബ്ഡ് ദ എൻ്റർപ്രണർ ആസ് എ ഡിസിഷൻ മേക്കർ ആണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ശരിയാണ് താൻ. ഒരു ബിസിനസ്സിൻ്റെ ഉടമ എന്ന രീതിയിൽ അയാളുടെ കാര്യങ്ങൾ മറ്റു ആൾക്കാരിലൂടെ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ആക്ടിവിറ്റിയും സ്വന്തമായിട്ടല്ല എൻ്റർപ്രണർ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റർപ്രണർ ഡിസിഷൻ മേക്കറാണ്. യു വിൽ ഹാവ് ടു ടേക്ക് വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. അയാളല്ലാതെ വേറെ ആരുമില്ല തീരുമാനങ്ങൾ എടുക്കാൻ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എൻ്റർപ്രണർ ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെ ഡിസിഷൻസ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക? ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അയാൾ തീരുമാനിക്കണം. യു വിൽ ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ procurement or purchase of machine, material, men, money, etc. മെഷീനറികൾ വാങ്ങുന്നതിനെ സംബന്ധിച്ചും മെറ്റീരിയൽ വാങ്ങുന്നതിനെ സംബന്ധിച്ചും പണം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ആൾക്കാരെ സംബന്ധിച്ചും ഒക്കെയുള്ള തീരുമാനങ്ങൾ അയാൾ എടുക്കണം. പിന്നീട് he will have to take decisions about acquisition of technology and new equipment. ഏത് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ നമുക്ക് നേടാം, പുതിയ എക്യുപ്മെൻറ്റുകൾ എന്തൊക്കെ ഉപയോഗിക്കണം നോക്കണം. he will have to maintain good relationship with the public authorities and the society at large. പൊതുഭരണവുമായി ബന്ധപ്പെട്ടും പൊതുജനങ്ങളുമായിട്ടൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇതിനൊക്കെ വേണ്ടി അയാൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു ബിസിനസ്സിലെ ഉടമയായ അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നയാളായ ബിസിനസ് സെറ്റപ്പ് ചെയ്ത ആളായ എൻ്റർപ്രണറുടെ ജോലിയാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഫങ്ഷൻ. പിന്നെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. സെർച്ച് ഫോർ ദ മാർക്കറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ. നമുക്കറിയാലോ, ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ബിസിനസ് വിജയിക്കില്ല. he will have to find out or explore market for his product. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മാർക്കറ്റ് കണ്ടെത്തണം. മാർക്കറ്റ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ എഫേർട്ട് റിയലൈസ് ചെയ്യും. ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന മാർക്കറ്റ്. നമ്മൾ ക്യാപിറ്റലും
ലാൻഡും ലേബറും മെറ്റീരിയലൊക്കെ കൂട്ടിച്ചേർത്ത് പണമൊക്കെ ചിലവാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ് റിയലൈസ് ചെയ്യുന്ന പ്രക്രിയയാണെന്ന് ഈ പറയുന്ന സെല്ലിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്ത എല്ലാ പണിയും ഓൾ ദ എഫേർട്ട് കണക്റ്റഡ് വിത്ത് ദ സെറ്റിംഗ് അപ്പ് ആൻഡ് റണ്ണിങ് ഓഫ് എ ഓർഗനൈസേഷൻ വിൽ ഫെയിൽ. മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ എൻ്റർപ്രണറാണ് ഈ എക്സ്പ്ലോർ മാർക്കറ്റ് ഫോർ ഹിസ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടുന്നത്. അയാളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് കണ്ടെത്താനുള്ള ചുമതല എൻ്റർപ്രണർക്കാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ മുൻകൂട്ടി കാണണം, ഹി വിൽ ഹാവ് ടു ഫോർസീ ദ ട്രെൻഡ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് അസർട്ടൈൻ ദ നാച്ചർ ഓഫ് ഡിമാൻഡ് ഫോർ ഹിസ് പ്രൊഡക്റ്റ്. അയാൾ മാർക്കറ്റ് മുൻകൂട്ടി കാണണം, ട്രെൻഡ് ഏത് തരത്തിലാണ് നമ്മുടെ മാർക്കറ്റ് പോകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെ അയാൾ മുൻകൂട്ടി കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹി വിൽ ഹാവ് ടു അപ്പോയിൻറ്റ് എഫിഷ്യൻറ്റ് സെയിൽസ്മാൻ, അറേഞ്ച് ഫോർ പ്രോപ്പർ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹിസ് പ്രൊഡക്റ്റ് എക്സെട്ര എക്സെട്ര. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ നിയമിക്കുകയും നമ്മളുടെ ഉൽപ്പന്നത്തിന് ആവശ്യമായ അഡ്വർടൈസ്മെൻറ്റ്, അത് ന്യൂസ് പേപ്പർ മുഖേനയോ ടി വി മുഖേനയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും മുഖേന ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ മുഖേനയോ ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിന് ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ഇയാൾ മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ അഡ്വർടൈസ്മെൻറ്റും ചേർന്നിരിക്കില്ല. ചില പ്രൊഡക്റ്റുകൾക്ക് ചില തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് എങ്കിൽ മറ്റ് ചില പ്രൊഡക്റ്റുകൾക്ക് വേറെ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റ് എന്താണെന്നും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലുള്ള ട്രെൻഡ് എങ്ങനെയാണ് എന്നും അതിന് ഏത് തരത്തിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ വിറ്റഴിക്കാമെന്നും അതിന് ഏതൊക്കെ ആൾക്കാർ വേണം, എങ്ങനെയാണ് സെയിൽസ്മാൻമാർ, ഏതൊക്കെ തരത്തിലുള്ള സെയിൽസ്മാൻമാർ വേണ്ടതെന്നും അല്ലേ, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനും ചെയ്യാനുമുള്ള ചുമതല നമ്മളുടെ എൻ്റർപ്രണർക്കാണ്. വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ഫംഗ്ഷൻ എൻ്റർപ്രണർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇത് എൻ്റർപ്രണർക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേക ജോലിയാണ്, അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവാദിത്തം. മറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റർപ്രണർ നമ്മൾ വിളിക്കുന്നത് ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ഇൻകം എന്നാണ് പറയുക. എന്താ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ റിവാർഡ് റിസീവ്ഡ് ബൈ എ പേഴ്സൺ എമംഗ് അതേഴ്സ്, നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുക. ഇപ്പോൾ എൻ്റർപ്രണർ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം he is paying a reward for the various factors of production. അയാൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. Of course he is making income or he is making profit. At the same time what he do is that he is distributing the income generated by him among other factors of production. Udaharanathinnu he may be paying rent to the landlord, he may be paying salary or wages to the workers or laborers, he may be paying interest to the loan or a lender of money, etc., etc. So the entrepreneur distributor. So when a business organization has been set up, the benefit of the business organization will be, or the income of the business organization may be shared among a different type of or category of people. That is called by the name distribution of income. ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ ശമ്പളം വാങ്ങി വീട്ടിൽ പോവുക ചെയ്യുക. അയാൾ അവരുടെ കീഴിലുള്ള ആൾക്കാരുമായിട്ട് അയാളുടെ വരുമാനം അയാൾ എന്ത് ചെയ്യുന്നില്ല, വീതിക്കുന്നില്ല, അല്ലെങ്കിൽ അയാളെ കൊണ്ട് മറ്റു ആൾക്കാർക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ഇൻകം എമംഗ് അതർ പീപ്പിൾ ആൾസോ. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റർപ്രണർ വിൽ ബി ബെനിഫിറ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം workers will get income, the supplier of raw material will get money, the government will get what is called tax. So what he is doing is that he is distributing the income among other persons. So this is another important function of an entrepreneur. പറഞ്ഞാണ് ഇന്നോവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇന്നോവേഷൻ ഇല്ലാതെ ബിസിനസ് സർവൈവ് ചെയ്യില്ല.
എന്താണ് ഇന്നോവേഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ പറയാം. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ പുതിയ മാർഗങ്ങളും പുതിയ പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ പുതിയ ഉൽപ്പാദന രീതികളൊക്കെ കണ്ടെത്തുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നവരാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റൂ, നിലനിന്ന് പോകാൻ പറ്റൂ. കാലത്തിനനുസരിച്ച്, മാർക്കറ്റിലെ ഡിമാൻഡിനൊക്കെ അനുസരിച്ച്, മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിൽ വരുത്തി ബിസിനസ്സിനെ പുതുക്കുന്ന ഒരു പരിപാടി ആണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നോവേഷൻ എന്ന് പറയുക. ഇന്നോവേഷൻ എന്നുള്ള ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഷുംപീറ്ററാണ്, ഒരു എക്കണോമിസ്റ്റാണ് ഷുംപീറ്റർ. അക്കോർഡിംഗ് ടു ഹിം, ഇന്നോവേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ മോഡേൺ എൻ്റർപ്രണർ എന്നാണ് പറയുന്നത്. ഒരു മോഡേൺ എൻ്റർപ്രണറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ഈ പറയുന്ന ഇന്നോവേഷൻ എന്ന് പറയുക. കാരണം മോഡേൺ ബിസിനസ് ഞാൻ പറഞ്ഞില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പണ്ടുകാലത്തെ ബിസിനസ് പോലെയല്ല ഈ ബിസിനസ്. പണ്ടുകാലത്ത് നമ്മൾ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഉൽപ്പന്നത്തിന് വിൽപ്പനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ദർ ആർ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസിങ് ദ സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. സോ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി വാണ്ട് വാട്ട് ഇസ് കോൾഡ് ദാറ്റ് ഇന്നോവേറ്റീവ് കപ്പാസിറ്റി. There should be some, people should feel some difference in your product. If people does not see any difference in your product, why they will purchase your product? ഞാൻ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിൽ മറ്റു ഉൽപ്പന്നമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ, എന്തെങ്കിലും ഒരു പുതിയത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആൾക്കാർ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങൂ. എൻ്റെ പ്രോഡക്റ്റും മറ്റുള്ളവരുടെ പ്രോഡക്റ്റും ഒരേപോലെയാണ് എങ്കിൽ why people will buy your particular product? So you should convince the public regarding what is new in your product. This is possible only through what is called innovation. ഒരു മോഡേൺ എൻ്റർപ്രണറുടെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷനാണ് ഈ പറയുന്ന ഇന്നോവേറ്റർ എന്ന് പറയുക. Schumpeter also described what is innovation. According to Schumpeter, innovation means to introduce something newer. അതെന്തൊക്കെയാവാം? An entrepreneur has to introduce new combination of means of production. As an innovator, entrepreneur looks for opportunities, identify the opportunities and try to explore them. ഒരു ഇന്നോവേറ്റർ എന്ന നിലയിൽ എൻ്റർപ്രണർ എപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവസരങ്ങൾ കണ്ടാൽ ഉടനെ അത് ഐഡൻറ്റിഫൈ ചെയ്യും, മനസ്സിലാക്കും. ആൻഡ് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നയാളാണ് ഒരു യഥാർത്ഥ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അവസരങ്ങളെ കണ്ടെത്തുകയും അതിനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തുകയും അത് ഉപയോഗിച്ച് നമ്മൾ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റർപ്രണർ എന്ന് പറയുക. ഇപ്പോൾ ഷുംപീറ്റർ പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റർപ്രണർ ക്യാരീസ് ഔട്ട് ദ ഫോളോയിങ് ആക്ടിവിറ്റി. ആസ് എൻ ഇന്നോവേറ്റർ, ഒരു എൻ്റർപ്രണർ ക്യാരി ഔട്ട്, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. Innovation means activities: introduction of a new goods, new product, introduction of new method of production, opening of new market, opening of new sources of supply, and industrial reorganization. ഇതൊക്കെയാണ് as per Schumpeter what are the innovations in entrepreneur, അല്ലെങ്കിൽ what are the things which are to be carried out by an entrepreneur as an innovator. ഒരു ഇന്നോവേറ്റർ എന്ന നിലയിൽ എൻ്റർപ്രണർ ക്യാരി ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ഇൻട്രഡക്ഷൻ. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ആ കാലത്തിനനുസരിച്ച് നമ്മളുടെ ഉൽപ്പന്നങ്ങളൊക്കെ പുതുക്കണം. അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങൾ, ഇതിന് പുതിയ ഉൽപ്പാദന രീതികളൊക്കെ നമ്മൾ പരീക്ഷിക്കുക. നേരത്തെ ഉണ്ടാക്കിയതിൽ നിന്ന് വിഭിന്നമായി ഗുണകരമായ മറ്റ് മാർഗങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. പുതിയ മാർക്കറ്റുകളൊക്കെ നമ്മുടെ ഉൽപ്പന്നത്തിന് ഇപ്പോൾ വിൽക്കുന്ന മാർക്കറ്റ് കൂടാതെ, സ്ഥലങ്ങൾ കൂടാതെ പുതിയ മാർക്കറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. നമുക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ ലഭിക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക. ദെൻ ഇൻഡസ്ട്രിയൽ റീഓർഗനൈസേഷൻ, നമ്മുടെ ഇൻഡസ്ട്രികളുടെ രൂപവും പ്രവർത്തനമൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റുക. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്ലോഗൻ എന്ന് പറയുക ഇതാണ്, ഇന്നോവേറ്റ് ഓർ പെരിഷ് ആണ്. ഇഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ, കോട്ട്ലറാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്നോവേറ്റ് ഓർ ഇവാപ്പറേറ്റ് എന്നാണ് പറയുന്നത്. ആസ് എൻ എൻ്റർപ്രണർ യു ഷുഡ് ഇന്നോവേറ്റ്
ഓർ യു വിൽ ഇവാപറേറ്റ്. ഇവാപറേറ്റ് ചെയ്താൽ ആവിയായി പോകും, ഇല്ലാണ്ടായി പോകും. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു മാർക്കറ്റിൽ ഒരു എൻ്റർപ്രണർക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നോവേഷൻ വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത്. നെക്സ്റ്റ്, ലൈസൺ വിത്ത് ഗവൺമെൻറ്. മറ്റൊരു ജോലി നമുക്ക് എൻ്റർപ്രണർക്ക് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കൂടി ഇല്ലാട്ട് വർക്ക് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. എൻ്റർപ്രണർക്ക് നമ്മുടെ ഗവൺമെൻറ് കാലാകാലമായിട്ട് നിർണ്ണയിച്ചിരിക്കുന്ന റൂൾസിൻ്റെ റെഗുലേഷൻസിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് മാത്രമേ ഒരു എൻ്റർപ്രണർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുക എന്നത് എൻ്റർപ്രണറുടെ ഒരു ചുമതലയാണ്. അയാൾ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടുന്ന ടാക്സ് ഒക്കെ കൃത്യമായ സമയത്ത് അടയ്ക്കണം, വിത്തൗട്ട് ഡിലേ ഒക്കെ അടയ്ക്കണം. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പെർഫോം ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ചുമതല ആർക്കുണ്ട്? എൻ്റർപ്രണർക്കുണ്ട്. ഇത് അടുത്ത ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. പ്രൊജക്റ്റ് ഇംപ്ലിമേഷൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ്. നമ്മളുടെ ആക്ഷൻ പ്ലാനുകൾ, നമ്മുടെ ബിസിനസ്സുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് പ്രാബല്യത്തിൽ വരുത്തുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. എൻ്റർപ്രണർ, ഇറ്റ് ഈസ് ദ എൻ്റർപ്രണർ ഹു ഹാസ് ടു വർക്ക് ഓൺ ദ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ ഓർ ദ ആക്ഷൻ പ്ലാൻ ഓഫ് ദ പ്രൊജക്റ്റ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം, എപ്പം ചെയ്യണം എന്നൊക്കെ പറ്റിയിട്ട് കൃത്യമായ ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് മറ്റൊരിടത്ത് പറഞ്ഞാൽ ഐഡൻറ്റിഫൈഡ് പ്രൊജക്ട് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റ് ഇൻ എ ടൈം ബൗണ്ട് മാനർ. എപ്പോഴെങ്കിലും നടത്തിയാൽ പോരാ, അത് കൃത്യമായ സമയമുണ്ട് അതിന്. ആ സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ എല്ലാ ആക്ടിവിറ്റിയും ഫോർ ദ കൺസംഷൻ സ്റ്റേജ്, ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ കിട്ടിയത് തൊട്ട് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യ സമയത്ത് നടപ്പിൽ വരുത്തേണ്ടത്, അതാത് സമയത്ത് നടപ്പിൽ വരുത്തേണ്ടുന്ന ഒരു ചുമതല അല്ലെങ്കിൽ ആ കാര്യം ചെയ്യേണ്ടുന്നത് എൻ്റർപ്രണറാണ്. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ ഉണ്ടാവും. ഓരോന്ന് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് കൃത്യമായ രൂപരേഖ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ രൂപരേഖയ്ക്കനുസരിച്ച് അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടുന്ന കടമ എൻ്റർപ്രണർക്കാണ് ഉള്ളത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. പിന്നെ മറ്റ് ഫങ്ഷൻസ് ഉണ്ട്, അതർ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു എൻ്റർപ്രണർ എന്ന നിലയ്ക്ക് അയാൾ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, സാമൂഹിക അന്തരീക്ഷം അയാൾ ഉണ്ടാക്കണം. അവരുടെ പബ്ലിക്കിന് അവരുടെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഒക്കെ ഉത്തരവാദിത്തങ്ങൾ, പൊതു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറും ലാഭം ഉണ്ടാക്കൽ മാത്രമല്ല, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മറ്റ് പല എന്താ പറയുക ഫങ്ഷൻസും ഒരു എൻ്റർപ്രണർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻ്റർപ്രണറെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചുകൊള്ളുക. ഇല്ലെങ്കിൽ പരീക്ഷ സമയത്തൊന്നും കിട്ടില്ല. ഇതെല്ലാ സമയത്തും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യും. സോ വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ നെക്സ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ ഈസ് ദാറ്റ് പ്ലീസ് ഗോ ത്രൂ മൈ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമാണ്, ഇത് നോട്ടായിട്ട് കണക്കാക്കരുത്. ഇത് നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട നമ്മൾ എടുക്കുന്ന വിവിധ ടോപ്പിക്കുകളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ട്, ടെക്സ്റ്റ് ബുക്ക് ഈസ് അവൈലബിൾ, ദെൻ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് അത്ര എളുപ്പമുള്ളൊരു വിഷയമല്ല, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ആ സീരിയസ്നെസ്സിനോട് കൂടി ഈ വിഷയത്തെ നമ്മൾ കാണണം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.